നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പുത്തൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. കാട്ടൂരിൽ കുട്ടികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം VPMSNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും എമിനൻസ് 2026 മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പുത്തൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കൊങ്ങമ്പാറ സ്വദേശി രമേശിന്റെ മകൻ ബദ്രിനാഥാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. വീടിന്റെ മുറ്റത്ത് കൂട്ടുകാരുമൊത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മെയിൻ സ്വിച്ചിന് സമീപത്തുള്ള ദ്രവിച്ച എർത്ത് കമ്പിൽ നിന്നും വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൂർ ഗുരുദേവ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബദ്രിനാഥ്. മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യയായ ആസാം സ്വദേശിനെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബൂബ മണ്ഡൽ എന്നയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂലൈ 4 വൈകിട്ട് 7:30 സംഭവം. അതിജീവിത താമസിക്കുന്ന മുറിയിലേക്ക് പ്രതി അതിക്രമിച്ചു കയറുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയുമായിരുന്നു. അക്രമത്തെ അതിജീവിത എതിർത്തപ്പോൾ പ്രതി ഇവരെ നിലത്ത് തള്ളിയിട്ടു. റൂമിന്റെ പടിയിൽ കാലിടിച്ച് വീണ് അതിജീവിയുടെ കാൽപാദം ഒടിഞ്ഞ് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ മാള പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ SHO ഇൻസ്പെക്ടർ വിശാഖ് K വിശ്വൻ, SI വിനോദ് കുമാർ MS, SIമാരായ നജീബ് ബാവ, സാജിദ, CPOമാരായ ജോയ്സി ഡെന്നിസ്, ജവഹർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കാട്ടൂരിൽ കുട്ടികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂർ വില്ലേജ് പൊന്നനം ശ്രീ കാളീശ്വരി ഉന്നതി സ്വദേശി അഞ്ചാംകൂട്ടത്തിൽ വീട്ടിൽ 24 വയസ്സുള്ള സ്നേഹിതൻ എന്ന ആളാണ് അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് സൂക്ഷിച്ച കുറ്റത്തിന് NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി ചുമത്തിയാണ് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO ഷമീർ PM, SI മഹേഷ് CM, ASI മിനി, GSI ധനേഷ് CG, GCPO ശ്യാം, CPO കൃഷ്ണകുമാർ, CPO അബ്ദുൾ വാഹിദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കഴിമ്പ്രം VPMSNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും എമിനൻസ് 2026 മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിലെ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും LSS, NM, MS സംസ്കൃതം സ്കോളർഷിപ്പുകൾക്ക് അർഹരായവരെ ആദരിക്കലിന്റെയും +1 പ്രവേശനോത്സവത്തിന്റെയും ഉദ്ഘാടനം നാട്ടി നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി നിർവഹിച്ചു. PTA പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള വാലിപ്പറമ്പിൽ ശ്രീധരൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി മകൻ ഡോക്ടർ ജ്യോതി വാലിപ്പറമ്പിൽ ഏർപ്പെടുത്തിയ ഗോൾഡ് കോയിൻ സമ്മാനിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ SNDP യോഗം എഡ്യൂക്കേഷൻ സെക്രട്ടറി EG ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രമൻ SLC+2 വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും എൻഡോമെന്റ് വിതരണവും നടത്തി. വലപ്പാട് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നൂറുദ്ദീൻ VA ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ശോഭന ഷൺമുഖൻ, നാട്ടിക SNDP യോഗം യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് മാസ്റ്റർ, SNDP യോഗം കഴിമ്പ്രം നോർത്ത് ശാഖ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മാതൃസംഗമം പ്രസിഡന്റ് അശ്വതി ഷൺജിത്ത് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ബീന O സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് ഹെഡ് മാസ്റ്റർ ദിലീപ് കുമാർ CS നന്ദി പറഞ്ഞു. സ്കൂളിനകത്ത് +1
പ്രവേശനോത്സവവുമായി ബന്ധപ്പെടുത്തി ആമുഖ പ്രഭാഷണത്തിൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ. പുതിയൊരു കാൽവെപ്പാണ്. SSLC എന്ന വലിയൊരു കടമ്പ കടന്ന് കഴിമ്പറമ്പ് സ്കൂളിലെ പുതിയ വിദ്യാർത്ഥികളാണ്. ഒരു പക്ഷേ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, SSLC വരെ പഠിച്ച കുട്ടികളും +1 ഇവിടെ നിന്ന് എൻട്രി ചെയ്യാം. ഒറ്റ കാര്യം മാത്രം ഞാൻ ബോധ്യപ്പെടുന്നു. നിങ്ങൾ ഉന്നത വിജയത്തിലേക്ക് പോകുക, നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഇനി ഇവിടുന്ന് +2 കഴിഞ്ഞാൽ ഈ സ്കൂൾ വിദ്യാലയം വിട്ടിറങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കാണ് ഇനി കാൽ വയ്ക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിൽ കരുതുന്നതുമല്ല നടന്നു വരുന്നത്. ഒറ്റ കാര്യം, ഞാൻ എന്താണെന്നും എന്നിൽ കിടക്കുന്ന അറിവുകളും കഴിവുകളും എന്താണെന്നും സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തി എനിക്കുണ്ടാവുന്ന കഴിവുകൾ എത്രമാത്രം ഈ സ്കൂളിൽ പഠിത്തത്തിലും എല്ലാ മികവിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അതിനുണ്ട്. പ്രലോഭനങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. ഈ തീരദേശ മേഖലയ്ക്ക് അനുസൃതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയോ പൊരുത്തപ്പെട്ടു പോകാൻ കുട്ടികൾക്ക് കഴിയണം. കൊടകരയിൽ പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ അതിമാരക രാസലഹരി കടത്തിയ കേസിൽ മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അറസ്റ്റിൽ. വലപ്പാട് മുരിയാന്തോട് സ്വദേശി പോക്കാക്കിലത്ത് വീട്ടിൽ അജ്മലാണ് പിടിയിലായത്. കാഠ്മണ്ഡുവിൽ നിന്ന് ലോറിയിൽ കേരളത്തിലേക്ക് വരുന്നതിനിടയിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് ഇയാളെ പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. മെയ് 22-ന് 1/4 കിലോയോളം MDMA-യും LSD സ്റ്റാമ്പുകളുമായി ചന്ദ്രാപ്പിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിൽ പിടിയിലായിരുന്നു. ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലഹരി മരുന്ന് എത്തിച്ചത് അജ്മലിന് വേണ്ടിയാണെന്ന് വ്യക്തമായത്. കൊച്ചി കേന്ദ്രീകരിച്ച് കുടിവെള്ള വിതരണം ബിസിനസ് നടത്തി വന്നിരുന്ന ഇയാൾ ഈ ബിസിനസിന്റെ മറവിലാണ് കേരളത്തിലെമ്പാടും ലഹരി മരുന്ന് ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത്. കൊടകര SHO ജെർലിൻ വി സക്കറിയ, ASI VD അജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയും നിലവിൽ പെരുമ്പിലാവിൽ താമസക്കാരനുമായ മുത്തുവാണ് പിടിയിലായത്. സ്വന്തം മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിയാണ് ഇയാൾ. തിങ്കളാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിന് ഒടുവിൽ ചൊവ്വാഴ്ച രാവിലെ പെരുമ്പിലാവിൽ വീടിന് സമീപത്ത് വെച്ചാണ് ഇയാളെ കുന്നംകുളം പോലീസ് വീണ്ടും പിടികൂടിയത്. വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് ജീപ്പ് തടഞ്ഞ് MVI പിഴ ഈടാക്കി. തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവാണ് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് കാട്ടി 4000 രൂപ പിഴ ഈടാക്കിയത്. തിങ്കളാഴ്ച രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഉത്രാളിക്കാവിന് സമീപത്ത് വെച്ചായിരുന്നു പെട്രോളിംഗ് ഡ്യൂട്ടി നടത്തുന്നതിനിടയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനം വട്ടം വെച്ച് പോലീസ് വാഹനം പിടികൂടിയത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ 2000-ഉം ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ഇത് 2000 രൂപയും ചേർത്ത് 4000 രൂപയാണ് പിഴ ഈടാക്കിയത്. എന്നാൽ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെന്നും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇല്ലാത്തതെന്നും പോലീസ് പറഞ്ഞു. പോലീസ് വാഹനത്തിന് വട്ടം വെച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും LSS, USS, NMMS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും അനുമോദിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ്
CM ജുഗ്നു അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോച്ച, പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, പ്രധാനാധ്യാപകൻ ജോജി ജോസഫ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MA ബിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ്, വാർഡ് മെമ്പർ ബീന റഹീം, MPTA പ്രസിഡന്റ് റഹ്നിയായത് അൻസാരി, മാനേജ്മെന്റ് സെക്രട്ടറി മാർട്ടിൻ പെരേര, സ്റ്റാഫ് സെക്രട്ടറി VM റിയാസ്, സീനിയർ അധ്യാപിക ബോണി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതിൽ തന്നെ ഒരു വിദ്യാർത്ഥി ഒഴികെ ബാക്കി എല്ലാവരും ആദ്യഘട്ടത്തിൽ തന്നെ വിജയം കൈവരിക്കുകയും ചെയ്ത തൃശ്ശൂർ ജില്ലയിലെ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂളാണ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഒരു വിദ്യാർത്ഥിയെ പിന്നീട് പരീക്ഷയിൽ വിജയിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്ന് പരാമർശിച്ചു. തീർച്ചയായിട്ടും മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുന്ന രീതിയിലേക്ക് ഒരു സ്കൂളിൽ വരാൻ വേണ്ടി കഴിയാതെ പറയുന്നത് കുട്ടികളുടെ കഠിന പരിശ്രമത്തെ പോലെ തന്നെ വളരെ പ്രധാനമാണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി വാർഷിക പൊതുയോഗവും വായനാ പക്ഷാചരണ സമാപനവും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV മോഹൻദാസ്, IV ദാസ് അനുസ്മരണം നടത്തി. ലൈബ്രറിയൻ TV അനീഷ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ തെക്കൂട്ട്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA കരീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ മുരളി, പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് UK സുരേഷ് കുമാർ, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ PS സെൽവ പ്രകാശ്, ഷീല ദേവസി, P രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് വടക്കേക്കര ക്ഷേത്ര വാദ്യകലാ സമിതിയുടെ നേതൃത്വത്തിൽ മേള കലാപഠനത്തിന് ആരംഭം കുറിച്ചു. പ്രശസ്ത മേളകലാകാരൻ പാണിവാദന രത്നം പഴുവിൽ രഘുമാരാർ ഉദ്ഘാടനം ചെയ്തു. വാദ്യകലാ സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഒരു വനിതയും 9 കുട്ടികളുമടക്കം 10 വിദ്യാർത്ഥികൾ വാദ്യപഠനത്തിന് സമാരംഭം കുറിച്ചു. E രമേശൻ, ഷാജി കുറുപ്പത്ത്, അന്തിക്കാട് ഉണ്ണി, പരമേശ്വരൻ മേനോത്ത്, സജേഷ് കുറുവത്ത്, പഴങ്ങാപ്പറമ്പ് കുട്ടൻ നമ്പൂതിരി, അന്തിക്കാട് ദേവദത്തൻ, അന്തിക്കാട് കൃഷ്ണപ്രസാദ്, വൈശാഖ് അറക്കൽ, ഗോകുൽ വൈക്കത്ത്, M ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നല്ലോണം പഠിച്ച് ഇത് പഠിച്ച് കുട്ടികൾ പഠിച്ചുണ്ടാവുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എല്ലാവരും നിലനിർത്തുന്ന വിചാരിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള അന്തിക്കാട് കുളം മലിനവും ദുർഗന്ധപൂരിതവുമായതോടെ കുളം വറ്റിക്കൽ ആരംഭിച്ചു. 20 HP-യുടെ 3 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. 7 ദിവസവും രാവും പകലും പമ്പ് ചെയ്താൽ ഈ കുളം വറ്റിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കുളം ശുചീകരണ പ്രവർത്തികൾ വിലയിരുത്തുന്നതിന് ഗീതാഗോപി MLA, ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു തുടങ്ങിയ ജനപ്രതിനിധികളും ദേവസ്വം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കുളം ശുചീകരിച്ചതിന് ശേഷം വീണ്ടും മലിനമാകാതിരിക്കുന്നതിനുള്ള നടപടികളുമായി MLAയും ദേവസ്വം ബോർഡ്, അന്തിക്കാട് പഞ്ചായത്തും ചേർന്ന് കൈകോർത്ത് നീങ്ങുമെന്ന് MLA പറഞ്ഞു. കുളം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പ്രാഥമികമായി 2 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെന്നും ഇനിയും തുക ആവശ്യമായി വന്നാൽ അത് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ പറഞ്ഞു. അടുത്ത ദിവസങ്ങളായിട്ട് 1000-ഓളം വരുന്ന നീർക്കാക്കകളുടെ കാഷ്ടമിട്ട് ഈ കുളം മലിനജലമാവുകയും ബന്ധപ്പെട്ട അധികാരികളായിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെവരെ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം മാലിന്യം നിറഞ്ഞ ആ വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കാനയിലേക്ക് തുറന്നു വിടുന്നതോടൊപ്പം തന്നെ ചത്തുപൊന്തിയ മീനുകളെ മൊത്തം മാറ്റിക്കൊണ്ട് മറ്റു നടപടികൾ അതിവേഗത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി പ്രസിഡന്റ്. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറത്ത് ഭീമൻ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. 25 അടിയോളം നീളമുള്ള തിമിംഗലത്തിന്റെ ജഡം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. ഇതോടെ പ്രദേശത്താകെ കടുത്ത ദുർഗന്ധം അനുഭവപ്പെട്ടു. അടുത്തിടെയായി മേഖലയിൽ തിമിംഗലം ഉൾപ്പെടെയുള്ള കടൽ ജീവികൾ ചത്ത നിലയിൽ കരക്കടിയുന്നത് തീരദേശവാസികളിൽ ആശങ്ക ഉണർത്തുന്നുണ്ട്. കാറളം പഞ്ചായത്തിൽ LDF-ന്റെ ദുർഭരണമാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് വിജിൽ വിജേഷ് അധ്യക്ഷനായിരുന്നു. കൃപേഷ് ചെമ്മണ്ട, ഷൈജു കുറ്റിയക്കാട്ട്,
പ്രിയ കുഞ്ഞിലിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് അഴിമുഖത്ത് തിരമാലയിൽപ്പെട്ട് ഒലഞ്ഞ് വള്ളത്തിൽ നിന്നും വീണ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ശിവശക്തി എന്ന വള്ളത്തിൽ തൊഴിലാളികളായ ജനാർദ്ദനൻ, കുഞ്ഞുമോൻ, അഭിലാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെയോടെയായിരുന്നു അപകടം. കടലിലേക്ക് പോകുകയായിരുന്ന വള്ളം തിരയടിയിൽ പെട്ട് ഉയർന്നു താഴുകയായിരുന്നു. ഈ സമയം വള്ളത്തിന്റെ അണിയത്ത് നിന്നിരുന്ന തൊഴിലാളികൾ നിലതെറ്റി വീഴുകയായിരുന്നു. ലഹരിമുക്ത ക്യാമ്പസിനായി വിദ്യാർത്ഥികളുടെ ചുവടുവയ്പ്. നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിനുമായി സാമൂഹ്യനിധി വകുപ്പ്. സാമൂഹ്യനീതി വകുപ്പിന്റെയും നാശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിനിന്റെയും ആഭിമുഖ്യത്തിൽ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിമുക്തി കോർഡിനേറ്ററുമായ വിനീത് രവി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലഹരി വിമുക്ത ക്യാമ്പസിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിദ്യാർത്ഥികൾ അവതരിച്ച ബോധവൽക്കരണ ഫ്ലാഷ് മോബും നാടൻ പാട്ടും അരങ്ങേറി. ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി ലഹരി വസ്തുക്കളോടല്ല മറിച്ച് സ്വപ്നങ്ങളോടും ലക്ഷ്യങ്ങളോടും ജീവിതത്തോടുമാണ് യുവതലമുറ അടുപ്പം പുലർത്തേണ്ടതെന്ന ആശയമാണ് വിദ്യാർത്ഥികൾ പരിപാടികളിലൂടെ അവതരിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പുത്തൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ. കാട്ടൂരിൽ കുട്ടികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം VPMSNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും എമിനൻസ് 2026 മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.